അമേരിക്കയിൽ നിന്ന് 9 ലക്ഷം കോടി രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ വർഷവും ഇന്ത്യ വാങ്ങിക്കും എന്നൊരു വാഗ്ദാനം കൂടി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. And he has handed our entire data to the United States. They can do what they want with it. They can store it wherever they want. അതുമാത്രമല്ല, ഇന്ത്യയുടെ മുഴുവൻ ഡേറ്റ വിവരശേഖരം അദ്ദേഹം അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് അത് എവിടെ വേണമെങ്കിലും സംഭരിക്കാം, അവർക്ക് എന്ത് വേണമെങ്കിലും ആ ഡേറ്റ ഉപയോഗിച്ച് ചെയ്യാം. India's taxes were raised, America's taxes were lowered. ഇന്ത്യയുടെ തീരുവയും നികുതിയും കൂട്ടി, അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തീരുവ കുറയ്ക്കുകയും ചെയ്തു. So everybody knows what America got. But the question is, what did India get? എല്ലാവർക്കും അറിയാം അമേരിക്കയ്ക്ക് എന്ത് കിട്ടി എന്നുള്ളത്. പക്ഷെ ചോദ്യം ഇതാണ്, ഇന്ത്യക്ക് എന്താണ് കിട്ടിയത്? What did India get for signing away its energy security? What did India get for signing away agriculture? What did India get for giving up its data? നമുക്ക് എന്താണ് കിട്ടിയത്? നമ്മുടെ ഊർജ്ജ സുരക്ഷ കൈമാറിയതിന്, നമ്മുടെ വിവരശേഖരം നൽകിയതിന്, നമ്മുടെ കാർഷിക മേഖലയെ കൊടുത്തതിന് ഇന്ത്യക്ക് പകരം എന്താണ് കിട്ടിയത്? The answer is absolutely nothing. അതിന്റെ ഉത്തരം എന്താണെന്നറിയോ? പൂർണ്ണമായി ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. Why? എന്തുകൊണ്ടാണ്? Because Donald Trump controls Narendra Modi. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ടാണ്. And this fact is also understood by people in the BJP workers, BJP leaders, people in the RSS. ബിജെപിയിലും RSSിലുമുള്ള ആളുകൾക്ക്, അവരുടെ നേതാക്കൾക്ക്, പ്രവർത്തകർക്കൊക്കെ ഈ കാര്യം നന്നായി അറിയാം. They know their so-called nationalist leader is a sellout, has sold himself out to Donald Trump. അവർക്കറിയാം അവരുടെ ദേശീയവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നേതാവ് സ്വയം ഡൊണാൾഡ് ട്രംപിന് സ്വയം വിറ്റ ആളാണെന്ന്. You saw it with your own eyes in Parliament House. When I started to speak about Epstein, when I started to speak about Adani, the Prime Minister of India ran away from the Lok Sabha. നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പാർലമെന്റിൽ ഞാൻ എഴുന്നേറ്റ് എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ, അദാനിയെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. Watch the footage. First he tells his cabinet colleagues not to allow me to speak. നിങ്ങൾ അതിന്റെ വീഡിയോ കണ്ടു നോക്കണം. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ സഹപ്രവർത്തകരോട് പറഞ്ഞു, എന്നെ സംസാരിക്കാൻ അനുവദിക്കരുത്. For 4 hours they didn't let me speak. 4 മണിക്കൂർ എന്നെ അവർ സംസാരിക്കാൻ അനുവദിച്ചില്ല. And then after that he literally ran away from the Lok Sabha. അതിനുശേഷം അറിയുമോ, അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ലോക്സഭയിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. Why? Because Trump has information on Epstein. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? കാരണം ട്രംപിന് എപ്സ്റ്റീനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. Trump has information on Adani. ട്രംപിന് അദാനിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. Trump has put a criminal case on Adani in the United States. അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു ക്രിമിനൽ കേസ് ട്രംപ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. And that case is targeted at the Prime Minister Narendra Modi. ആ കേസ് പക്ഷേ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. So whatever Trump says, Modi does. അതുകൊണ്ട് ട്രംപ് എന്ത് പറഞ്ഞാലും മോദി അത് ചെയ്തു കൊടുക്കും. Trump says jump, Modi jumps. ട്രംപ് പറയുന്നു ചാടാൻ പറയുന്നു, അപ്പം മോദി ചാടും. Trump says lie down, Modi lies down. ട്രംപ് കിടക്കാൻ പറയുന്നു, അപ്പം മോദി അവിടെ കിടക്കും. Trump says Modi run to Israel, Modi runs to Israel. ട്രംപ് പറയാണ് മോദി ഇസ്രായേലിലേക്ക് പോകും, അപ്പം മോദി ഇസ്രായേലിലേക്ക് ഓടി പോകും. And the best part is Donald Trump publicly says Narendra Modi calls me sir. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയട്ടെ, ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് വന്ന് പറയുകയാണ് നരേന്ദ്രമോദി എന്നെ സർ എന്നാണ് വിളിക്കുന്നത്. Donald Trump says that when I call Mr. Narendra Modi, he answers me, says yes sir, what can I do for you? ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ നരേന്ദ്രമോദിയെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് അദ്ദേഹം പറയും, യെസ് സർ, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരാനുള്ളത്. That is the same thing happening with your chief minister. അതേ കാര്യമാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. He's waiting for the phone call. He's waiting. Why? You understand it. He has to protect his children. അതുപോലെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ആ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്തിനാ ഇത് ചെയ്യുന്നതെന്ന്. കാരണം അദ്ദേഹത്തിന്റെ കുട്ടികളെ സംരക്ഷിക്കാനുണ്ട്. Which father will not try to protect his children? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.